എന്റെ ദൈവമേ, ഇതാണോ ബ്ലൂ ഹെവൻ? അങ്ങനെ അവൻ മുൻപോട്ട് പോകും തോറും പതുക്കെ ആ കാടിന്റെ സത്യാവസ്ഥ അവന്റെ മുൻപിൽ തെളിഞ്ഞു വന്നു. എല്ലാ വശത്തും കച്ചറയും പിന്നെ എല്ലാം വലിച്ചു വാരിയുമിട്ടിരിക്കുകയാണ്. അവൻ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുമായി അവിടുത്തെ രാജാവ് ഷേർഖാന്റെ അടുത്തേക്ക് പോയി. അറിയാം, ഞാൻ ഒരുപാട് ശ്രമിച്ചതാ. ഒരുപാട് എണ്ണത്തിനെ ഞാൻ പിടിച്ചു വച്ചിരുന്നു. എന്നാൽ 4 നേരവും ഭക്ഷണം ചോദിക്കുന്നു. ഇവരെ കാട്ടിൽ നിന്നും പുറത്താക്കി വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി വിട്ടാലും അടുത്ത ദിവസം തന്നെ ഇവർ തിരിച്ചു വന്ന് ഇവിടെ നിന്നിരിക്കും. ഈ തലവേദന കാരണം എന്റെ ഭാര്യ പോലും എന്നോട് പിണങ്ങിപ്പോയി. ഞാൻ ഒറ്റയ്ക്കാ ഇതുങ്ങളെ സഹിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാവരെയും പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇത് പറഞ്ഞ് അവൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോയി. പിന്നെ ആ കാട്ടിൽ ഒരു ഗുഹയുടെ അടുത്ത് അവൻ താമസവും തുടങ്ങി. അടുത്ത ദിവസം മാൻ അവന്റെ വീട്ടിൽ നിന്നും വെളിയിൽ വന്നപ്പോൾ അപ്പോൾ അടുത്തുകൂടി ഒരു സീബ്ര ഓടി വന്നു. എല്ലാവരും മാറിക്കോ, ഞാൻ കൊടുങ്കാറ്റിന്റെ വേഗത്തിലാണ് വരുന്നത്. സീബ്ര ഓടി ഓടി വരികയായിരുന്നു. പെട്ടെന്ന് അവിടെ കിടന്ന പഴത്തൊലിയിൽ അവന്റെ കാല് തട്ടി. അവൻ തെന്നി വേഗത്തിൽ വന്ന ഒരു വലിയ കല്ലിലിടിച്ചു.